കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ ഉടമ്പടിയിലേക്ക് എന്നെ വിളിച്ച മാതാവിന് 1000 നന്ദി പറയുന്നു. 23/3/2023 ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. അന്ന് എനിക്കൊരു ഭവന എൻ്റെ പേര് മാഗ്ദലിൻ. ഞാൻ പുന്നപ്പറ ജോൺ മരിയ വിയാനി ഇടവകയിൽ നിന്നാണ് വരുന്നത്. 23/3/2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങൾക്കൊരു ഭവനമില്ലായിരുന്നു, സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് 2009 തൊട്ട് ഞങ്ങൾ ഒരു ലോണിന് വേണ്ടിയിട്ട് കുറേ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു 3 പ്രാവശ്യം ലോൺ സാങ്ഷനായതാണ്. പക്ഷേ അത് ചില വ്യക്തികളിലേക്ക് ഇടപെടലുകൾ മൂലം അത് ഞങ്ങൾക്ക് കിട്ടാതെ പോയി. 2015 ആയപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ നിന്ന്, അതൊരു കൂട്ടുകുടുംബമായിരുന്നു, അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് മാറി താമസിക്കേണ്ടി വന്നു. അങ്ങനെ 2015 തൊട്ട് ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ സമയത്തും ഞങ്ങൾ ലോണിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ്, അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും മക്കളും മാത്രമാണ്, അച്ചായനും ഉണ്ട് മമ്മിയും ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അത് മുകളിലത്തെ നിലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അച്ചായനും മമ്മിയും ഏജ്ഡാണ്, അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മുകളിൽ കയറി ഇറങ്ങി പോകുന്നതിനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഭയങ്കര വിഷമമായിരുന്നു. എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് താഴെ ഒരു അച്ചായന് ഞങ്ങൾക്കൊരു കടയുണ്ട്, ആ കടയുടെ അടുത്ത് ഒരു വീട് കിട്ടാനും അവിടെ താമസിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ 2015 തൊട്ട് ഞങ്ങളിങ്ങനെ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു താഴെ ഒരു വീട് കിട്ടാനും കടയുടെ അടുത്തായിട്ടൊരു വീട് കിട്ടാനായിട്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ സമയത്തും ഈ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോണിന് കുറേ അപേക്ഷിച്ചിട്ടൊന്നും നടന്നില്ല. പിന്നെ ഞങ്ങൾ ഈ വീട് വെക്കുന്നത് അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് ഒരു വീട് വാങ്ങിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അങ്ങനെ വീട് പോയി നോക്കി. 2-3 സ്ഥലങ്ങളിലൊക്കെ പോയി വീട് നോക്കിയെങ്കിലും അതിങ്ങനെ നമുക്ക് കിട്ടാതൊക്കെ പോയി. ഒരു വീടിൻ്റെ ഏകദേശം ലോണൊക്കെ റെഡിയായി വരുന്ന അവസ്ഥ സമയത്തും പിന്നെയും ഈ ലോണിൻ്റെത് ചില കാര്യങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി. പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ഈ ഉടമ്പടിയിൽ, നമ്മൾ ആലപ്പുഴയിലാണെങ്കിലും ഇവിടെ കൃപാസനത്തിലിടക്ക് വരുമെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള അങ്ങനെ ഒരു ഇത് നമുക്കുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയോ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തൊന്ന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ 2023 വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത ആ ഒരു 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഒരു ഭവനം മാതാവ് കാണിച്ചു തന്നു. അതിന് ഞങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കാനായിട്ടും പറ്റി. അഡ്വാൻസ് കൊടുത്ത് അപ്പോൾ ഈ സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡിന് 2019 കൊറോണയുടെ സമയമായപ്പം മമ്മിയുടെ ഒരു അസുഖവുമായിട്ട് നാട്ടിലോട്ട് വരാനും പിന്നീട് തിരിച്ചു പോകാനും പറ്റാത്ത ഒരവസ്ഥയിൽ ആയിപ്പോയി. നാട്ടിൽ തന്നെ പിന്നെ ജോലിയിൽ കയറേണ്ട വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ടൈറ്റായി. എങ്കിലും ഞങ്ങൾ ഈ വീട് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ പല രീതിയിലും ശ്രമിച്ചു. അങ്ങനെ ഈ ഉടമ്പടി എടുത്ത് ഈ 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഒരു വീട് മാതാവ് കാണിച്ചു തന്നു. ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ പറയുന്നത് പോലെ പള്ളിയുടെ അടുത്തൊരു വീട് വേണം. പല വീടുകളും കാണുമ്പോഴും ഉൾപ്രദേശത്തും വണ്ടി ഒരു 2 വീലർ പോലും കയറാത്ത വീടും അങ്ങനെയൊക്കെയുള്ള പല വീടുകൾ കാണുമ്പോഴൊക്കെ മനസ്സിൽ ഒരുപാട് സങ്കടം ഉണ്ടാവും. അപ്പോൾ എൻ്റെ പള്ളി എന്ന് പറഞ്ഞാൽ ക്രിസ്തുരാജൻ്റെ പള്ളിയാണ്. ഈ ക്രിസ്തുരാജനോട് എപ്പോഴും ഞാൻ പറയും, ക്രിസ്തുരാജൻ്റെ കൈ നീട്ടി നടത്ത് എനിക്കൊരു പള്ളി ഉണ്ടാവണം, അതുകൊണ്ട് എനിക്ക് എപ്പോഴും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ വീട് എൻ്റെ ക്രിസ്തുരാജൻ്റെ കൈ നീളുന്നിടത്ത് തന്നെ എനിക്കൊരു ഭവനം മാതാവ് കാണിച്ചു തന്നു. അപ്പോൾ ഈ ഭവനത്തിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്ത് 6 ലക്ഷം രൂപയോളം ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഹസ്ബൻഡ് നാട്ടിൽ ഈ പറയുന്ന പോലെ നാട്ടിലെ ജോലിയിൽ നമ്മൾ ഇത്രയും വലിയ തുകയ്ക്കൊന്നും നമുക്കൊരു വീടെടുക്കാൻ പറ്റത്തില്ല. ഈ അഡ്വാൻസ് കൊടുക്കുന്ന ആ ദിവസം തന്നെ നമുക്ക് മാതാവ് ഈ വിദേശത്ത് തിരിച്ചു പോകാനുള്ള ഒരു അവസരം കൂടി തരുവാണ്. ജോലി അവിടെ നിന്ന് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ വീട് കിട്ടുന്നത്. ആ വീട് കിട്ടുന്ന സമയത്തും ഈ അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഈ പൈസ എവിടെ നിന്ന് കിട്ടും. പക്ഷേ ഈ ജോലി അപ്പം ഞങ്ങൾക്ക് വാഗ്ദാനം കിട്ടിയത് കൊണ്ട് ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ജോലി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ആ വീടിന് അഡ്വാൻസ് കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഹസ്ബൻഡിന് തിരിച്ച് ഈ കമ്പനിയിലോട്ട് ജോലി കിട്ടാനും കൂടുതൽ ഉദ്യോഗക്കയറ്റവും ശമ്പളവും ഉള്ള ഒരു ജോലി കിട്ടാനും മാതാവ് വന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം ഈ ഉടമ്പടി 3 മാസം കഴിഞ്ഞു. കുറേ താമസിച്ചിട്ട് ഞാൻ രണ്ടാമത് ഒന്ന് പുതുക്കി. ആ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ശരിക്കും ഉഴപ്പി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഒരു ഭയങ്കര മടിയായിരുന്നു.
അങ്ങനെ ഉഴപ്പിയതിൻ്റെ ഫലമായിട്ട് ഈ ഭയങ്കര ആത്മവിശ്വാസത്തോടെയാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. കാരണം നല്ലൊരു ജോലി ശമ്പളം എല്ലാം ആയിട്ടുണ്ട്, പിന്നെ നമുക്കൊരു ലോൺ കിട്ടി ഇനി വീടെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി. പക്ഷേ പിന്നെ ഭയങ്കര പ്രതിസന്ധികളായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഒന്ന് നാട്ടിൽ വന്നപ്പോൾ ഒരു കേസിൽ പെട്ടുപോയി. ആ കേസിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുണ്ടായി, നല്ല ടൈറ്റുണ്ടായി. ഈ സമയത്തുമൊക്കെ ഞങ്ങൾ ഈ പറയുന്ന പോലെ അപ്പോഴും ഉടമ്പടി ഞാൻ പുതുക്കിയിട്ടില്ല. പിന്നെ ഇത്രയും പ്രതിസന്ധിയിൽ കയറി വന്നപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഉടമ്പടി പുതുക്കണം. അങ്ങനെ വന്ന് ഈ മാർച്ച് 6-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കിയതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 10-ാം തീയതി ഈ കഴിഞ്ഞ 10-ാം തീയതി ഞങ്ങൾക്ക് ഈ വീട് എടുക്കാനായിട്ട് പറ്റി. അതിനിടയ്ക്ക് ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. ഈ ലോൺ കിട്ടുന്നതിനും അതിൻ്റെ ഇത്ര രൂപയിലെങ്കിൽ ലോൺ കിട്ടത്തുള്ളായിരുന്നു. ബാക്കി വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് മറ്റുള്ളിടത്തുനിന്ന് കണ്ടെത്തണമായിരുന്നു. അതിനെല്ലാം ചെറിയ സമയം കൊണ്ട് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ 10-ാം തീയതി ഞങ്ങൾക്ക് പുതിയ വീട്ടിലോട്ട് മാറി താമസിക്കാനുള്ള അനുഗ്രഹം നൽകി. അതിന് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23/3/2023 ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23/3/2023 തൊട്ട് ഇന്ന് വരെ പരിശുദ്ധ കുർബാന കൂടാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. ആ കുർബാന കൂടുക എന്നുള്ളതല്ല, പരിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് ഇന്ന് വരെ എനിക്ക് മുടങ്ങിയിട്ടില്ല. ഈ പരിശുദ്ധ കുർബാന കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് പള്ളിയിലാണെങ്കിലും ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയിൽ 2 കുർബാനയാണുള്ളത്. അന്ന് പോകാൻ പറ്റില്ലെങ്കിൽ ആ ദിവസം ഏത് പള്ളിയിലാണോ കുർബാനയുള്ളത് അവിടെ പോയി ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഇതാണ്. കുർബാന കിട്ടിയില്ലെങ്കിൽ അതാണ്ട് ഒരു വെപ്രാളം പോലെയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ടൂർ വിളിച്ചാൽ പോലും ഞാൻ ചിന്തിക്കുന്ന ഇതാണ്, അയ്യോ എനിക്ക് കുർബാന കിട്ടത്തില്ല, കുർബാന കൂടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരു ടൂർ വിളിച്ചാൽ പോലും ഞാൻ പോകത്തില്ല. കാരണം എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതുപോലെ ഈ മക്കളെയും ഞാൻ കഴിഞ്ഞ നോൻപ് തുടങ്ങുന്ന അന്ന് തൊട്ട് ഇവരെയും ഞാൻ കുർബാനയ്ക്ക് പങ്കെടുപ്പിക്കുകയാണ്. അതിൻ്റെ ഫലമായി ഇവരും 1 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവർ കുർബാന കൂടുന്നുണ്ട്. ആ കുർബാന കൂടുന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ പള്ളിയിലൊരു സിസ്റ്റർ ഞങ്ങളെ കണ്ട് സിസ്റ്റർ എപ്പോഴും പറയും കുഞ്ഞുങ്ങളെ ആത്മീയതയിൽ വളർത്തുന്നതിന് ഒരു പാരിതോഷികം നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൃത്യം 1 വർഷമായപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഒരു അംഗീകാരം ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് കിട്ടി. അതിനും ഈശോയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും ആ പരിശുദ്ധ കുർബാന പങ്കുചേരുവാനുള്ള ഞങ്ങളുടെ അനുഗ്രഹം. ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ കുർബാന കൂടുന്നത് കൊണ്ട് എനിക്ക് ഒരു കുറവുണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു അസ്വസ്ഥത ജീവിതത്തിലുണ്ടായില്ല. പള്ളിയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ക്ഷീണവും ഇല്ല. പള്ളിയിൽ പോകുന്ന ഒരു സമയമാകുമ്പോൾ ഇവരെങ്ങനെയായാലും പെർഫെക്റ്റ് ആയിരിക്കും. ഞാനും ആ പള്ളിയിൽ പോകുന്ന സമയം ചിലപ്പോൾ വൈകിട്ടൊക്കെ നല്ല ക്ഷീണവും ആയിട്ടൊക്കെ കിടക്കുമായിരിക്കുമെങ്കിൽ രാവിലെ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ 3 വർഷവും എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള വലിയൊരു അനുഗ്രഹം തന്ന് എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചതാണ് ഈ ഉടമ്പടിയിലൂടെ പറയാനുള്ള എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ബാക്കി അല്ലാതെയാണെങ്കിൽ രോഗസൗഖ്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉടമ്പടി തൈലവും ഉപ്പും തേനുമൊക്കെ ഉപയോഗിക്കുന്ന വഴിയായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ള പൈസ അവിടെ ചെന്ന് ഈ രോഗികളെ കണ്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് എന്താണോ ആവശ്യം, അവർക്കും ചിലപ്പം ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാനോ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സഹോദരനെ ഞാൻ കണ്ടു. അവരുടെ അടുത്തിരുന്ന് സംസാരിച്ച് എൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്ത് അവർക്ക് പോകാനുള്ള അത് കൊടുത്ത് അങ്ങനെയൊക്കെ രോഗികളുമായിട്ട് ചെന്നിരുന്ന് സംസാരിക്കാനും അവരുടെ ആശ്വാസം എൻ്റെ കയ്യിലുള്ളത് എന്നിപ്പോൾ 500 ഉള്ളെങ്കിൽ 500 രൂപ കൊടുത്തിട്ട് ഞാൻ വരും. ചിലപ്പോൾ എനിക്ക് വണ്ടിക്കൂലി കാണത്തില്ല, എങ്കിലും അത് ഉള്ളത് തിരിച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സെനിക്കുണ്ട്. പിന്നെ പത്രം ഈ ഉടമ്പടി എടുത്ത വ്യാഴാഴ്ചയാണ് ഞാൻ എടുക്കുന്നത് ഒരു ഉടമ്പടി. ആ വ്യാഴാഴ്ച തൊട്ട് ഈ കഴിഞ്ഞ എല്ലാ വ്യാഴാഴ്ചയും ഞാനിവിടെ വരും. ഇവിടെ വന്ന് എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഈ പത്രം തീരുന്നത് വരെ ഞാൻ നടക്കും. ഞാൻ ഏകദേശം ഇവിടെ ഒരു 11:30 ആ സമയത്തൊക്കെ ആയിരിക്കും ഞാൻ വരുന്നത്. പോകുന്ന സമയവും ഈ പറഞ്ഞ കടുത്ത 12 മണി വെയിലുള്ള സമയമായിരിക്കും. എങ്കിലും ഞാൻ ഏത് സ്റ്റോപ്പിലാണോ ഇറങ്ങുന്നത് ആ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഈ പത്രം തീരുന്നവരെ ചിലപ്പോൾ 3 കെട്ട് പത്രം വരെയൊക്കെ ഞാൻ വാങ്ങിക്കും.
ആ 3 കെട്ട് പത്രം തീരുന്നവരെ ഏത് സ്റ്റോപ്പിലാണ് എൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റുന്ന സ്റ്റോപ്പ് എവിടെയാണോ അത്രയും ഞാനങ്ങ് നടന്നുകൊണ്ട് ഈ പത്രം ഞാൻ കൊടുക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള പാവപ്പെട്ടവർക്കൊക്കെ ഞാൻ അറിഞ്ഞ് അങ്ങനെ പൈസ കൊടുക്കും. പൈസ കൊടുക്കാൻ എൻ്റെ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഉള്ളത് കൊടുക്കും. പൊതിച്ചോറ് കൊടുക്കും. വ്യക്തിപരമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു. ഭയങ്കര ദേഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വേദന ഉള്ളപ്പോൾ ഞാനത് മറ്റുള്ളവരോട് പ്രതികരിക്കും. അത് കുഞ്ഞുങ്ങളോടാണെങ്കിലും ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഹസ്ബൻഡിനോടൊക്കെ ഒരുപാട് ഹാഷായിട്ട് സംസാരിക്കുമായിരുന്നു. അതെല്ലാം മാതാവ് മാറ്റി തന്നു. എല്ലാം ഒന്ന് ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള ഒരു ശക്തി മാതാവ് എനിക്ക് തന്നു. കൂടുതലും ക്ഷമയാണ്. ആ ക്ഷമ എനിക്ക് മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. സങ്കീർത്തനം 145 16-ാം തിരുവചനം അരുളി ചെയ്യുന്നു, 15-ാം തിരുവചനം അരുളി ചെയ്യുന്നു, എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു, അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു, അങ്ങ് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. മാഗ്ദലിൻ റോസ് തൻ്റെ മക്കളുമായിട്ട് വന്ന് 15 വർഷമായി തങ്ങൾ വീടിന് വേണ്ടിയിട്ട് പല രീതിയിൽ പ്രയത്നിക്കുന്നു. എന്നാൽ തങ്ങൾക്ക് അത് എന്തൊക്കെയായിരുന്നു തടസ്സങ്ങൾ? അഡ്വാൻസ് കൊടുത്തു, 6 മാസമായിട്ടും വീണ്ടും തങ്ങൾക്ക് ഫുൾ എമൗണ്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല. ലോൺ സാങ്ഷൻ ആകുമെന്ന് പറഞ്ഞ് എല്ലാ രീതിയിലും അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അത് തള്ളിക്കളയുന്ന രീതിയിലേക്ക് ഇങ്ങനെയൊക്കെ തങ്ങൾ വർഷങ്ങളായിട്ട് വിഷമിക്കുമ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങൾക്കൊരു ലോൺ ലഭിക്കുന്നതിന് ഹസ്ബൻഡിന് നഷ്ടപ്പെട്ട ജോലി ലഭിക്കുക, വീണ്ടും അതേ കമ്പനിയിൽ നിന്ന് തന്നെ വളരെ നല്ല സാലറിയോട് കൂടി ഒരു ജോലി വീണ്ടും ലഭിക്കുകയാണ്. അങ്ങനെ തങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആകുന്നു. വീട് ലഭിച്ച അനുഭവമാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക. എല്ലാറ്റിലും ഉപരിയായിട്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടിയിട്ട് തൻ്റെ ശരീരരക്തങ്ങൾ പങ്കുവെച്ച് നമുക്ക് നൽകിയ വിശുദ്ധ കുർബാന, ആ വിശുദ്ധ കുർബാനയിൽ തനിക്ക് 3 വർഷമായി താൻ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. 1 വർഷമായി തൻ്റെ മക്കളും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തനിക്ക് ഒത്തിരിയേറെ ബലഹീന സ്വഭാവങ്ങൾ, പ്രത്യേകിച്ച് ദേഷ്യം, അതൊക്കെ അമ്മയുടെ നിയന്ത്രണത്തിൽ ഇന്നിപ്പോൾ അമ്മ എങ്ങനെ തന്നെ ഗൈഡ് ചെയ്യുന്നു. കൃപാസന പത്രം അത് ഇവിടെ വന്ന് ഓരോ ആഴ്ചയിലും ഒരു വ്യാഴാഴ്ച ഉടമ്പടി എടുത്തു. പിന്നീട് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വരുന്നു. മാസത്തിൽ ഒരു കൃപാസന പത്രം അത് വാങ്ങിച്ച് താൻ നടന്നു കൊടുക്കുമെന്നാണ് പറയുക. എവിടെ തൻ്റെ കൃപാസന പത്രം തീരുന്നുവോ അവിടം വരെ നടക്കും. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്ട്രാ എഫേർട്ടാണ്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ഈശോ ചോദിക്കുമ്പോൾ വെയിലുണ്ടോ മഴയുണ്ടോ ഇതൊന്നും നോക്കാതെ തൻ്റെ ദൈവ അനുഭവം പങ്കുവയ്ക്കുവാനായിട്ട് ഈ മകൾ ഇറങ്ങിത്തിരിക്കുന്ന വഴികൾ, അതിന് ദൈവം കൊടുത്ത കൃപയും കാരുണ്യവും ദൈവവും തൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നത്, എല്ലാത്തിനും നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്ക് നന്ദി പറയാം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക ദൈർഘ്യമേറിയ സമയം അമ്മ എങ്ങനെയാണ് ഷോർട്ടാക്കുന്നത്. അമ്മ ഏറ്റെടുത്ത് ഈശോയെ കൊണ്ട് അമ്മ പറഞ്ഞ് ഈശോ ചെയ്യിക്കുന്ന കൃപകൾ തൻ്റെ ജീവിതത്തിൽ തങ്ങൾക്കൊരു ഭവനം ലഭിച്ചതിലൂടെ, അതുപോലെ രോഗസൗഖ്യ അനുഭവങ്ങളിലൂടെയൊക്കെ ഓരോ മക്കളും അനുഭവിക്കുമ്പോൾ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.